ஐயா வணக்கம். இந்த சொசைட்டி ஒரு ட்ரக் ஃப்ரீ சொசைட்டியா மாத்தணும்னா കൊളുത്ത വേണ്ടിയ ഫാക്ടറികൾ നിറയെ ഇருக்கு എന്നാണ് നമ്മുടെ കമലഹാസൻ ലിയോ സിനിമയുടെ ക്ലൈമാക്സിൽ പറയുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റി മയക്കുമരുന്ന് കാട്ട് പിടിച്ച് കിടക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയെ ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി, അതായത് ഒരു മയക്കുമരുന്ന് വിമുക്ത സൊസൈറ്റിയായി മാറ്റണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫാക്ടറികൾ കത്തിക്കേണ്ടി വരും എന്നാണ് കമലഹാസനാണ് ലിയോ ആയിട്ടുള്ള വിജയോട് ഈ സിനിമയിൽ ക്ലൈമാക്സിൽ പറയുന്നത്. വാ നമുക്ക് ഒരുമിച്ച് കൊളുത്താം എന്നും പറയുന്നുണ്ട്. പക്ഷേ അതിന് ആദ്യത്തെ ഫാക്ടറി കമലഹാസന്റെ ഫാക്ടറി ആവും നമ്മൾ വിചാരിച്ചില്ല എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ കമലഹാസനാണ് പൊങ്കാലം നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, കമലഹാസൻ നടത്തിയ ഒരു വിരുന്നില് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന വലിയ രീതിയിലുള്ള ആരോപണം ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ തീ പിടിപ്പിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ആരുമല്ല, ഗായക സുചിത്രയാണ് ഈ കാര്യം ലീക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും വേറൊരു കാര്യമാണ്. നടനും മക്കൾ നീതിമയവുമായ കമൽഹാസൻ സിനിമാ രംഗത്തുള്ളവർക്ക് നൽകിയ വിരുന്നിൽ കൊക്കൈൻ ഉപയോഗിച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. കമൽഹാസൻ അണ്ണ ഇപ്പോൾ വിക്രം സിനിമയിൽ അഭിനയിച്ച് വലിയ രീതിയിൽ ഫെയിമായി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ വിക്രം സിനിമയിൽ അഭിനയിച്ച അണ്ണ ഇത്തരത്തിലുള്ള അക്രമം കാണിക്കുമെന്ന് ആരും വിചാരിച്ചില്ല എന്നും പല ആൾക്കാരും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളുമായി രംഗത്തെത്തുന്നുണ്ട്. കമൽഹാസൻ അണ്ണൻ നടന്മാർക്ക് കൊടുത്ത ഒരു വിരുന്നിൽ കൊക്കൈൻ ഉപയോഗിച്ചു എന്ന ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ തമിഴ്നാട് ബി ജെ പി അത് ഏറ്റെടുത്തിട്ടുണ്ട്. തമിഴ്നാട് ബി ജെ പിയെ കുറിച്ച് കമൽഹാസൻ അണ്ണനെ അറിയാതിരുന്നിട്ടൊന്നുമല്ലല്ലോ. അതിന്റെ തലപ്പത്തിരിക്കുന്നത് അണ്ണാമലൈ IPS ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഈ പുള്ളിക്കാരൻ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് എന്ന് കമൽഹാസൻ അണ്ണൻ മനസ്സിലാക്കണം. കമൽഹാസൻ അണ്ണൻ ഈ കാണുന്ന പോലത്തെ കളിയൊന്നുമല്ല അങ്ങനെ കളിക്കാൻ പോകുന്ന. അണ്ണന്റെ കിളികൂടും തത്തിപ്പോകും എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ. അണ്ണാമലൈ കൃത്യമായിട്ട് ഈ ഡ്രഗ് സൊസൈറ്റി, അതായത് ഈ ഡ്രഗ് കാർട്ടലുകളെ നമുക്ക് എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ചുമ്മാ ഇരിക്കുമ്പം അണ്ണൻ അതെടുത്തൊന്ന് കണ്ടു നോക്കണം. അണ്ണാമലൈ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡ്രഗ് കാർട്ടലുകളെ നമ്മൾ അടിച്ചൊതുക്കണം. അതിനുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് അണ്ണാമലൈ പറയുന്നത്. പിന്നെ അണ്ണാമലയെ കുറിച്ച് അണ്ണൻ അറിയാത്തതായിട്ടൊന്നും അല്ലല്ലോ. അണ്ണാമലൈ വെറുതെ പറയുന്നതല്ല. നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പറയുന്നത് പോലെ അണ്ണാമലൈ സൊല്ലറതാ ചെയ്വാ ചേർന്ന് മട്ടുതാ സൊല്ലുവ എന്നുള്ളത് പോലെ തന്നെയാണ് അണ്ണാമലയുടെ കാര്യം. അണ്ണാമലൈ നമ്മുടെ തമിഴ്നാട്ടിലെ ധനമന്ത്രിയായിട്ടുള്ള, അതായത് സ്റ്റാലിന്റെ നട്ടലായിട്ടുള്ള പഴനിവേൽ ത്യാഗരാജനെ പുറത്താക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പൊ എല്ലാവരും കളിയാക്കി, പിന്നെ പുറത്താക്കി, ഇവൻ വിചാരിച്ചാൽ പുറത്താക്കാൻ പോണം എന്ന് പറഞ്ഞു. പക്ഷേ അണ്ണാമലൈ രണ്ടിൻ്റെ പഴനിവേൽ ത്യാഗരാജനെ അടിച്ചു പുറത്താക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന് അണ്ണാമലൈ ഉപയോഗിച്ച കാര്യം എന്ന് പറയുന്നത് DMK ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫയൽസ് കൊണ്ടുവന്നു. നമുക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, എങ്കിലും പറഞ്ഞുതരാം, അണ്ണന്റെ അറിവിലേക്കായിട്ടിരിക്കട്ടെ. DMK ഫയൽസ് എന്ന് പറഞ്ഞ ഫയൽസ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഈ പഴനിവേൽ ത്യാഗരാജൻ അണ്ണാമലൈ പോഴ്ത്തുന്ന ഒരു ഓഡിയോ റെക്കോർഡ് എടുത്ത് പുറത്തു വിട്ടു. ഈ റെക്കോർഡ് എടുത്ത് പുറത്തു വിട്ടത് സ്റ്റാലിൻ നിക്കക്കള്ളി ഇല്ലാതായി പോയി. അവസാനം സ്റ്റാലിൻ എന്ത് ചെയ്തു? നമ്മുടെ തമിഴ്നാട്ടിലെ മാത്രമല്ല, പുള്ളിക്കാരന്റെ സാമ്പത്തികമായിട്ടുള്ള നോളജ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലും മൻമോഹൻ സിംഗിന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കും എന്നാണ് കമ്മികളും സുഡാപ്പികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളെയാണ് ഈസി ആയിട്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്തു കളയുന്നത് പോലെ എടുത്തു കളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പൊന്മുടി എന്ന് പറയുന്ന മന്ത്രി, അയാൾ അഴിമതി നടത്തിയെന്ന് DMK ഫയൽസിലൂടെ പുറത്തു വന്ന് കോടതി അയാൾക്ക് ശിക്ഷയും വിധിച്ചു. അത് അണ്ണാമലയുടെ ഇടപെടലായിരുന്നു എന്നാണ് അറിയാമല്ലോ. ഇനിയുമുണ്ട് മൂന്നാമതൊരു മന്ത്രി. ആ മന്ത്രിയുടെ പേരാണ് സെന്തിൽ ബാലാജി. പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന രീതിയിലോട്ടായിപ്പോയി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ നിൽക്കുന്നത് എന്ന് അണ്ണൻ ആലോചിച്ച് നോക്കണം. കമൽഹാസൻ അണ്ണൻ. പിന്നെ കമൽഹാസൻ അണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ അണ്ണന് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്, ഞാനല്ല കേട്ടോ. അണ്ണന് ഒരു കാര്യത്തിലും നിലപാടില്ല. അതായത് അണ്ണൻ പൊളിറ്റിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറഞ്ഞ് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ പൊളിറ്റിക്സിലേക്ക് വരില്ല, എനിക്ക് പൊളിറ്റിക്സിലേക്ക് വരാൻ താല്പര്യമില്ല, എന്നെ പൊളിറ്റിക്സിലേക്ക് ആരും വിളിക്കരുത് എന്ന് പറഞ്ഞു നടന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ കമൽഹാസനാണ് ഇപ്പോൾ പൊളിറ്റിക്സിലാണ് നിൽക്കുന്നത്. പൊളിറ്റിക്സിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് അണ്ണൻ ഈ അക്രമമൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അണ്ണൻ്റെ ഫസ്റ്റ് നിലപാട് അവിടെ പൊളിഞ്ഞു. ആ നിലപാട് അണ്ണൻ്റെ കൂത്താട്ടമുള്ള നിലപാടാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ്റെ കഴിഞ്ഞ തവണ മക്കൾ നീതി മയ്യം എന്ന് പറയുന്ന അണ്ണന്റെ ആ പാർട്ടി ഉണ്ടല്ലോ, ആ അയ്യം പാർട്ടി അണ്ണൻ കൊണ്ടുവന്നിട്ട് അണ്ണൻ വലിയ ടോർച്ചൊക്കെ കൊണ്ടുവന്നിട്ട് TV-യിലേക്ക് എടുത്ത് ഒരൊറ്റ എറിയാണ്. TV-യിലേക്ക് എടുത്തെറിഞ്ഞിട്ട് അണ്ണൻ പറയുന്നത്, മതി, ഇനി കുടുംബ വാഴ്ച അത് വേണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും UPയെ കുറിച്ച് സോണിയാഗാന്ധിയെ കുറിച്ചായിരിക്കും പറയുന്നത്. അല്ല, അണ്ണാൻ പറയുന്നത് കരുണാനിധിയെ കുറിച്ചും സ്റ്റാലിനെ കുറിച്ചും ഉദയനിധി സ്റ്റാലിനെ കുറിച്ചൊക്കെയാണ് അണ്ണാൻ പറയുന്നത്. പക്ഷേ അവർ ഭരണത്തിൽ വരികയും ചെയ്തു. അണ്ണൻ്റെ മക്കൾ നീതി മയ്യം പാർട്ടി കണ്ടമല്ല കായൽ വഴി ഇറങ്ങി ഓടുകയും ചെയ്തു. അണ്ണൻ കോയമ്പത്തൂർ സൗത്തിൽ BJPയുടെ വാനതി ശ്രീനിവാസന്റെ കൂടെ 1700 വോട്ടിന് തോറ്റ് പൊണ്ടാതെ ഉടങ്ങിയ ശേഷം അണ്ണ ഇപ്പം ഇനി കുടുംബ വാഴ്ച തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ സമയത്ത് കുടുംബ വാഴ്ച വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഇനി കുടുംബ വാഴ്ച മതി എന്ന് പറഞ്ഞ് അണ്ണൻ ആ സൈഡിൽ നിൽക്കുന്നു. കാരണം അണ്ണൻ്റെ പടം
വിക്രമൊക്കെ ഇറങ്ങിയല്ലോ, രാജ് കമൽ ഇന്റർനാഷണൽ ആണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തത്. ആര് തമിഴ്നാട്ടിൽ പടം ഇറക്കി കഴിഞ്ഞാലും ഈ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന സ്റ്റാലിൻ്റെ മകനുണ്ട്, ഈ മകൻ വന്ന് അത് മൊത്തത്തിൽ അള്ളിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലവന് പടം കൊടുക്കാത്തവന്മാരുടെ പടം ലവ ഇറക്കാനും സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഒരു പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പടം നല്ല പടമാണെങ്കിൽ ഉടനെ റെഡ് ജയന്റ് എന്ന് പറഞ്ഞ യവന്മാരുടെ ആ തലപ്പത്ത് വിളി പോകും. ആ തലപ്പത്ത് വിളി പോയിട്ട് അവന്മാർ നല്ലൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമൽഹാസനാണ്, അടിപൊളി പടമാണ്, ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം എന്ന് പറയും. ചിലപ്പോൾ കമൽഹാസൻ ഇത് ഓൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിരിക്കുന്ന പടമായിരിക്കും. അതായത് കമൽഹാസൻ തന്നെ പോയി ഇറക്കി മൊത്തം ലാഭം അള്ളിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന പടമായിരിക്കും. അപ്പോഴാണ് റെഡ് ജയന്റിന്റെ ഒരു വരവ് അങ്ങോട്ട് വരുന്നത്. ജോൺ ഹോനായി അമ്മച്ചി ആ പെട്ടി ഇങ്ങ് തന്നേക്ക് എന്ന് പറയുന്നത് പോലെ, ആ റീലിന്റെ പെട്ടി ഇങ്ങ് തന്നേക്ക് എന്ന് പറയുമ്പോൾ കമൽഹാസൻ അപ്പോൾ തന്നെ പെട്ടി എടുത്ത് കൈ കൊടുക്കും, ഉടനെ തന്നെ അതുകൊണ്ട് റെഡ് ജയന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് തമിഴ്നാട്ടിൽ ഇപ്പം നടന്നു വരുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്. കുത്തകയാണ്. ഈ കുത്തകയുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുകയാണ് കമൽഹാസനെ പോലെയുള്ള ആൾക്കാർ. അണ്ണന്റെ മക്കൾ നീതി മയ്യം എന്ന് പറയുന്ന പാർട്ടി പൊട്ടിത്തള്ളി ഒരു സൈഡിൽ ഇരിക്കുകയാണ്. ഇനി അണ്ണനുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്, അതായത് കമൽഹാസന് അണ്ണനുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്, വിജയ് ഇപ്പോൾ ഒരു പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒട്ടിപ്പറ്റി ആ പാർട്ടിയിലൂടെ കയറി നിൽക്കണം. വിജയ് ഒരു പാർട്ടി പ്രഖ്യാപിച്ച് വിജയ് തളപതി 69 എന്ന് പറയുന്ന അവസാനത്തെ പടവും എടുത്ത് തീർന്ന് വിജയ് ആ പാർട്ടിയായിട്ട് ഇറങ്ങും. വിജയ് ആ പാർട്ടിയായിട്ട് ഇറങ്ങിയിട്ട് വിജയുടെ ആ പാർട്ടിയുടെ ഗതി എന്താകും എന്നാണ് നാട്ടുകാർ നോക്കുന്നത്. വലിയ ഗതിയൊന്നുമില്ല. അത് മിക്കവാറും DMKയിൽ ലയിക്കാനാണ് സാധ്യത. കാരണം വിജയ് ADMKയുടെ കൂടെ ചേരാനായിട്ട് പോകുന്നില്ല. കാരണം ജയലളിത അമ്മാതിരിയാണ് വിജയ് എടുത്തിട്ട് ഏറി നിർത്തിയത് പല സമയങ്ങളിലും. അതുകൊണ്ട് ജയലളിതയുടെ മരണശേഷമാണ് വിജയ് ഒന്ന് നിന്ന് തുടങ്ങിയത്. വിജയ്ക്ക് DMKയോട് വലിയ രീതിയിലുള്ള ഒരു അനുഭവമുണ്ട്. കാരണം വിജയ് DMK കടന്നാക്രമിക്കാനൊന്നും പോകാറില്ല. ഞാൻ അടിച്ച തങ്കമട്ടെ 4 മാസം തുങ്കമട്ടെ എന്നൊക്കെ അവന്മാരുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ അലവിനെ അടിച്ച് തിരിച്ചു വിടുമെന്ന് വിജയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് വിജയ് DMKയുടെ കൂടെ ചേർന്ന് നിന്ന് പതുക്കെ എവിടെയെങ്കിലും 1-2 സ്ഥലത്ത് ഒരു MLA ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും കൂടെ ഭരണത്തിലുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ച് നാട്ടുകാരെ കണ്ണി പൊടിയിടാനുള്ള പരിപാടി എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതിനിടയിൽ കമൽഹാസൻ പൈൽമാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് കമൽഹാസൻ കൂടെ കയറി നിൽക്കാനാണ് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിക്കുന്ന സ്ഥിതിക്ക് പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും വലിയ തർക്കമൊന്നും വരാൻ സാധ്യതയില്ല എന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. ADMK ജയലളിത അമ്മയുടെ പോക്കോടുകൂടി നശിച്ച് പണ്ടാരം തുടങ്ങി പോയിരിക്കുകയാണ്. അപ്പുറത്ത് കിടന്നുകൊണ്ട് പനീർസെൽവവും പളനിസ്വാമിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലിയാണ്. നമ്മുടെ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു സിനിമയിൽ ജഗതിയും പപ്പുവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിവിടുമ്പോൾ ഹീസ് ക്രിമിനൽ കള്ളൻ എന്നൊക്കെയാണ് ഓരോരുത്തന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പാർട്ടിയുടെ ഗതി അതോ ഗതിയാണ്. കമൽഹാസന്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഒരു കൊക്കൈൻ കേസ് വന്ന് നിൽക്കുകയാണ്. ആ കൊക്കൈൻ കേസിന്റെ ഗതി ഇനി ഏത് രീതിയിൽ പോകുന്ന അറിയണം. എന്തായാലും BJP തമിഴ്നാട്ടിൽ അത് ഏറ്റെടുത്തിട്ടുണ്ട്. BJPയുടെ തമിഴ്നാട്ടിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നാരായൺ തിരുപ്പതി ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായിരുന്നാലും അണ്ണാമല ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല. അണ്ണാമല ഇപ്പോൾ കോയമ്പത്തൂർ ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് അങ്ങേർക്ക് നടു നോക്കാൻ ഒരു അവസരം വേണം. കമ്മികൾ പറയുന്നത് പോലെ 6 ദിവസം കൊണ്ട് ലോകം ഉണ്ടാക്കിയ ദൈവം 7ാമത്തെ ദിവസം വിശ്രമിച്ചില്ലേ എന്നതുപോലെ നിങ്ങളങ്ങ് വിചാരിച്ചിരുന്നാൽ മതി. എന്തായിരുന്നാലും കമൽഹാസന്റെ നിലപാട് മാറ്റവും കമൽഹാസന്റെ മക്കൾ നീതിമയ്യവും കമൽഹാസൻ പൊളിറ്റിക്സ് ഇറങ്ങിയതും ഒരിടത്ത് എത്താതെ പോയതും എല്ലാം നമ്മുടെ മുമ്പിൽ കഥകളായിട്ടുണ്ട്. കമൽഹാസന് തമിഴ്നാട് പൊളിറ്റിക്സിൽ ഒന്നും നടത്താനില്ല. കമൽഹാസന്റെ വാക്കുകൾക്ക് ആരും ചെവി കൊടുക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്നിരുന്നാലും ഈ ആരോപണം, അതായത് കൊക്കൈൻ ഉപയോഗിച്ചു എന്നുള്ള ആരോപണം ശക്തമായിട്ടുള്ള ആരോപണം ആയതുകൊണ്ടും നമുക്കൊരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി വേണം എന്ന് കമൽഹാസൻ പറയുന്നത് കൊണ്ടും കമൽഹാസൻ ഒരു അന്വേഷണം നേരിടുന്നത് നല്ലതാണ്. പേടിയാവുന്നുണ്ടോ അണ്ണാ? പേടിക്കൊന്നും വേണ്ട. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയും കാണും. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.